വയനാട്ടിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്ന് രാവിലെയാണ് അട്ടമലയിലെ തേയിലത്തോട്ടത്തിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കാണുന്നത്. ആന ചവിട്ടിയരച്ച നിലയിലായിരുന്നു മൃതദേഹം. അട്ടമലയിലെ ഏറാട്ടുകുണ്ട് ഉന്നതിയിലാണ് ബാലകൃഷ്ണന്റെ കുടുംബം കഴിയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം ബന്ധുക്കൾ അട്ടമലയിലെ പാടിയിലേക്ക് താമസം മാറ്റിയിരുന്നു. ഏറാക്കുണ്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമിച്ചത്. രാവിലെ വന്നു കണ്ടു. കോളനിയിലേക്ക് പോയാൽ നമ്മളാ അവകളെ നോക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ടും ആളിരിക്കുന്നു. ഇന്ന് അവിടേക്ക് വന്നു. ഇന്നലെ യാദൃശ്ചികമായ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ സാധനം മേടിച്ചിട്ട് അവൻ്റെ അമ്മേനെ അച്ഛനെയും കണ്ടിട്ട് ഇതുവഴി അവൻ്റെ കോളനിയിലേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് ഇവിടുന്ന് പെട്ടെന്നുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. ഇന്നലെ ഈ മേഖലയിൽ കണ്ട ആനയുടെ ദൃശ്യവും തൊട്ടു പിന്നാലെ പുറത്തു വന്നു. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചതോടെയാണ് മൃതദേഹം മാറ്റാൻ അനുവദിച്ചത്. ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ധനസഹായം കൈമാറി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസും SDPIയും മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വയനാട്ടിൽ നാളെ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. 24 വയനാട്.